ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൽക്കാലിക വിസി നിയമനം ചട്ടവിരുദ്ധമാണെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സർക്കാരുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായാണ് ഗവർണർ തീരുമാനമെടുത്തതെന്നും ഹർജിയിൽ പറയുന്നു. കേസ് നാളെ പരിഗണിക്കും. നിലവിലുള്ള താൽക്കാലിക വിസിമാർക്ക് തുടരാനായി ചാൻസലർമാർക്ക് പുതിയ വിജ്ഞാപനമിറക്കാമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ 20ാം ഖണ്ഡികയിലുള്ളതാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആയുധമാക്കിയത്. സാങ്കേതിക സർവകലാശാല നിയമത്തിലെ വകുപ്പ് 13 ക്ലോസ് 7, ഡിജിറ്റൽ സർവകലാശാല നിയമത്തിലെ വകുപ്പ് 11 ക്ലോസ് 10 എന്നിവയ്ക്കനുസൃതമായി വേണം ഈ വിജ്ഞാപനമെന്നത് ഇതേ ഖണ്ഡികയുടെ അവസാന ഭാഗത്തുണ്ടെന്നും ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് സർക്കാർ വാദം. സർക്കാർ പാനലിൽ നിന്ന് വേണം താൽക്കാലിക വിസി നിയമനമെന്നാണ് ഈ വകുപ്പുകളിൽ പറയുന്നത്. ഡോക്ടർ സിസ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയിലും കെ ശിവപ്രസാദിന് സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക വിസിമാരായി 6 മാസത്തേക്ക് കൂടി പുനർനിയമനം നൽകി ഗവർണർ വിജ്ഞാപനം ഇറക്കിയിരുന്നു. സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് ഹർജി സമർപ്പിച്ചത്. 2 സർവകലാശാലകളിലും സ്ഥിരം വിസി നിയമനത്തിന് ഗവർണറും സർക്കാരും യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഡിജിറ്റലിലെയും KTUവിലെയും താൽക്കാലിക വിസി നിയമനത്തിൽ കഴിഞ്ഞ 14-ന് സർക്കാരിന് അനുകൂലമായി ഹൈക്കോടതി വിധി വന്നതോടെ സിസ തോമസും ശിവപ്രസാദും ചുമതലയിൽ നിന്ന് മാറിയിരുന്നു. തൊട്ടുപിന്നാലെ ഇരു സർവകലാശാലകളിലേക്കും സർക്കാർ 3 പേർ വീതമുള്ള പാനൽ ഗവർണർക്ക് നൽകി. എന്നാൽ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ പുതിയ വൈസ് ചാൻസലർമാരുടെ നിയമനം വരെ ഗവർണർ നിയമിച്ച താൽക്കാലിക വിസിമാർക്ക് തുടരാമെന്നാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടത്. ഇവരെ തുടരാൻ അനുവദിക്കുകയോ താൽക്കാലികമായി പുതിയ ഒരാളെ നിയമിക്കുകയോ ചെയ്യുന്ന കാര്യം ഗവർണർക്ക് തീരുമാനിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. നിയമനത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും പാടില്ലെന്നും ഇനിയും അത് പൊറുക്കില്ലെന്നും ഇരു കക്ഷികളെയും താക്കീത് ചെയ്തുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. വിസി നിയമന വിഷയത്തിൽ കേരള സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിൽ തുടരുന്ന ഏറ്റുമുട്ടലിൽ വിദ്യാർത്ഥികളാണ് കഷ്ടപ്പെടുന്നതെന്നും ഇത് വേദനാജനകമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. കേസ് നാളെ ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിക്കും.